കേരളത്തിൽ ഗ്യാസ് സിലിണ്ടർ ക്ഷാമം രൂക്ഷമാകുകയാണ്. ഒന്ന് ബുക്ക് ചെയ്താൽ വരാൻ ആഴ്ചകളെടുക്കുന്നു. സിലിണ്ടർ തീരുമെന്ന പേടിയിൽ പലരും പാചകം പോലും കുറച്ചിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ ഒരു ചെറിയ വിഭാഗം ആളുകളെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആരാണെന്നല്ലേ? അദാനി ഗ്യാസ് കണക്ഷൻ കിട്ടിയവർ. എറണാകുളത്തും തൃശൂരിലും കോഴിക്കോട്ടുമൊക്കെയാണ് നിലവിൽ അദാനി ഗ്യാസ് കണക്ഷൻ കിട്ടിയത്. എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ക്ഷാമം ബാധിക്കാത്തത്? ഭാവിയിൽ അദാനി ഗ്യാസിനും ക്ഷാമം വരുമോ? നമുക്ക് നോക്കാം. കേരളത്തിൽ ആകെയാകെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ നിലവിൽ അദാനി ഗ്യാസ് എത്തിയിട്ടുള്ളൂ. പൈപ്പ് ലൈനുകൾ വഴിയുള്ള ഈ സംവിധാനം നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യേണ്ട ആവശ്യമേയില്ല. യുദ്ധം വന്നാലും സമരങ്ങൾ നടന്നാലും ഇവരുടെ അടുക്കളയിൽ ഗ്യാസ് എത്തും. സിലിണ്ടർ തീർന്നു പോകുമെന്ന പേടിയില്ലാതെ പാചകം ചെയ്യാമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ലാഭം. എന്തുകൊണ്ടാണ് അദാനി ഗ്യാസിന് LPG സിലിണ്ടറുകളെപ്പോലെ പെട്ടെന്ന് ക്ഷാമം വരാത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അതിന്റെ പ്രധാന കാരണം അദാനി ഗ്യാസ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തെ അഥവാ ഡൊമസ്റ്റിക് ഗ്യാസിനെ വലിയ തോതിൽ ആശ്രയിക്കുന്നു എന്നതാണ്. ഗുജറാത്തിലെ മുന്ദ്രയിലുള്ള അദാനിയുടെ കൂറ്റൻ പ്ലാന്റും ഇന്ത്യയിലെ വിവിധ ആഭ്യന്തര ഉൽപ്പാദന കേന്ദ്രങ്ങളുമാണ് ഈ വിതരണ ശൃംഖലയുടെ നട്ടെല്ല്. ഗുജറാത്തിലെ മുന്ദ്ര ടെർമിനൽ വഴി വളരെ കാര്യക്ഷമമായാണ് ഈ ഗ്യാസ് വിതരണം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടുതന്നെ വിദേശ രാജ്യങ്ങളിൽ യുദ്ധം നടക്കുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന LPG സിലിണ്ടറുകൾക്ക് ക്ഷാമമുണ്ടായാലും അദാനി ഗ്യാസ് ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഗ്യാസ് ലഭിക്കുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ ആഭ്യന്തര ഉൽപ്പാദനം മാത്രം നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും തികയാറില്ല. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ദ്രവരൂപത്തിലുള്ള പ്രകൃതിവാതകം അഥവാ LNG അദാനി ഗ്രൂപ്പ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് മുന്ദ്രയിലെ പ്ലാന്റിലെത്തിച്ച് വീണ്ടും വാതകരൂപത്തിലാക്കി പൈപ്പ് ലൈനുകളിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ സ്വന്തം നാട്ടിലെ ഉൽപ്പാദനവും കരുത്തുറ്റ വിതരണ ശൃംഖലയും ഉള്ളതുകൊണ്ട് സിലിണ്ടറിന് വേണ്ടി വരി നിൽക്കുന്നവർക്ക് മുന്നിൽ അദാനി ഗ്യാസ് ഉപഭോക്താക്കൾ എപ്പോഴും സുരക്ഷിതരാണ്. അദാനി ഗ്യാസ് കണക്ഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യുക. പുതിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.